അമ്മയുടെ മാല പൊട്ടിച്ച കള്ളനെ 1/2 കിലോമീറ്റർ പിന്തുടർന്ന് അടിച്ചു വീഴ്ത്തി ആലപ്പുഴക്കാരി ദിവ്യ. കള്ളൻ അമ്മയുടെ മാല മോഷ്ടിച്ചപ്പോൾ ആ കള്ളന്റെ പുറകെ ഓടി കള്ളനെ പിടികൂടി മാല തിരിച്ചു വാങ്ങിയ ഒരു സ്റ്റാർ ഗേൾ ആണ് എന്നോടൊപ്പം ഉള്ളത്. വികാസ്പുരി കേരള സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദിവ്യ. ദിവ്യയുടെ അമ്മ സതി സുനിൽ കരോൾബാഗിലെ രാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ്. ദിവ്യ, എന്താണ് ആ ഒരു ദിവസം സംഭവിച്ചത്? അന്ന് ഞാനും അമ്മയും എൻ്റെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് മുമ്പിൽ നിന്ന് ഒരു വലിയ നീളമുള്ള ഒരു 35 വയസ്സെങ്ങാനുണ്ടായിരിക്കും. അപ്പോൾ ആ ആള് അമ്മേൻ്റെ കഴുത്തിൽ നിന്ന് മാല പറിച്ച് അമ്മേനെ തള്ളിയിട്ട് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്ന്, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അത്. അപ്പോൾ അന്നേരം ഞാൻ ആ ദേഷ്യത്തിൽ ആ കള്ളൻ്റെ പുറകിൽ ഓടിപ്പോയി കരാട്ടെ ടെക്നിക്സ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോലീസിനെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ ഏൽപ്പിച്ചു. അമ്മേനെ തള്ളിയിട്ട് കണ്ടത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. സാധാരണ ഒരു അക്രമി എന്തെങ്കിലുമൊക്കെ ഉപാധി ഇവരുടെ കയ്യിൽ കാണുമല്ലോ, പിടിക്കപ്പെടുമ്പോൾ ചെയ്യാനുള്ള. അങ്ങനെ വല്ലോ അപകടപ്പെടുത്തുവോ തിരിച്ചു നിന്ന്, അങ്ങനെ ഒരു ഭയങ്കര വിഷമമായിരുന്നു മാനസികമായിട്ട് എനിക്ക് അന്നേരം ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞപ്പോൾ മോടെ ഫോൺ ആരിൽ നിന്നോ ഫോൺ ചെയ്തൊരു വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കള്ളനെ പിടിച്ചു, അമ്മ ഓടി വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെന്നത്. കള്ളന്റെ കയ്യിൽ നിന്ന് ദിവ്യ തന്നെയാണോ മാല തിരിച്ചു പിടിച്ചു വാങ്ങിയത്, അതോ പോലീസ് എത്തി അവർ മേടിച്ചു തരുമായിരുന്നു? അല്ല, ഞാൻ കള്ളൻ്റെ നിന്ന് എടുത്തതായിരുന്നു. തിരിച്ച് കുറച്ച് അടിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടായിരുന്നു എടുത്തത്. ലോക്കറ്റ് കിട്ടിയില്ല, അത് പിടിച്ചുവലിയിൽ തെറിച്ചു പോയായിരുന്നു. തെറിച്ച് പോയി കാണും. ദിവ്യ ഒരു നല്ലൊരു മാർഷ്യൽ ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് അവിടെ ഒരു ചേച്ചിയുണ്ട് ദേവിക. രണ്ടുപേരും ഒരുപോലെയാണ്, രണ്ടുപേരും നല്ല പെർഫോമൻസ് ഉള്ള കുട്ടികളാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കുട്ടികളും പഠിച്ചിരിക്കേണ്ട ഒരു കല തന്നെയാണ് കരാട്ടെ. നമ്മൾ അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫിസിക്കലും മെന്റലും ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്തായാലും ദിവ്യയുടെ ഒരു മനോധൈര്യം അതൊരു മാതൃക തന്നെയാണ്.